കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വിധത്തിൽ ഭഗവാന്റെ ഈ കഥകൾ, അവതാരത്തിനുള്ള പുറപ്പാട്, ശ്രീരാമാവതാരത്തിൻ്റെ ആരംഭമാണ്. യജ്ഞത്തിനൊക്കെ പുറപ്പെട്ടു, യജ്ഞമൊക്കെ ഏകമായിട്ട് തുടങ്ങി യജ്ഞപ്രസാദവും പായസത്തിനൊക്കെ ആയിട്ട് പുറപ്പെടുമ്പോഴാണ് ദേവലോകത്ത്, അതായത് ദേവാദി ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ചേർന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് വൈകുണ്ഠവേശത്ത് ചെന്ന് തൊഴുതിട്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് ഈ രാവണനെ കൊണ്ടുള്ള ഉപദ്രവവും രാവണന്റെ ദുരിതവും രാവണൻ ചെയ്യുന്ന കഷ്ടപ്പാടുകളൊക്കെ ഭഗവാന്റെ തിരുമുമ്പിൽ അറിയിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവൻ സ്തുൽ പ്രസാദേന രാവണോ നാമ രാക്ഷസ സർവന്നോ ബാധതേ വീര്യാൽ ശാസിതും തം ശക്നുമ. അതുകൊണ്ട് ഈ രാവണൻ എന്ന് പറഞ്ഞ രാക്ഷസൻ ബ്രഹ്മാവിന്റെ വരം കൊണ്ട് അതിബലവാനായിട്ട് ദേവന്മാർക്കൊന്നും പിടുത്തം കിട്ടാത്ത മട്ടിലായിട്ട് വളർന്നു. അവന്റെ ദുരിതം വലിയ കലശലാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ അവന്റെ ആ വീരപരാക്രമങ്ങളെ നിയന്ത്രിക്കാൻ എന്ത് പറ്റുന്നില്ല. എന്ന ശക്നുമ, ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? വേണ്ട മാതിരി ഉത്സാഹിക്കണം. ഞങ്ങൾ അങ്ങേരെ അടുത്ത് വന്ന് തൊഴുതിട്ട് പറയുകയാണ്, എന്ത് ചെയ്യണം? ത്വം യോക്ഷ്യാമി, അങ്ങേ ഞങ്ങളങ്ങോട്ട് അതിനങ്ങോട്ട് ഏർപ്പാടാക്കുകയാണ്. അങ്ങാണ് ഞങ്ങൾക്ക് ആശ്രയം. അതുകൊണ്ട് എന്ത് ചെയ്യണം? രാജ്ഞോ ദശരഥസ്യത്വം അയോധ്യാധിപതേ പ്രഭോ. അയോധ്യാധിപതിയായ ഭഗവാൻ, രാജാവിൻ്റെ മകനായിട്ട് ഭഗവാൻ വന്ന് പുറപ്പെടണം. എന്നാൽ എന്ത് ചെയ്യണം? അങ്ങ് ത്വമുദ്ധതം രാവണമുഗ്രതേജസം, ആ ദുഷ്ടനായ രാവണനെ, അവൻ്റെ ആ ദുഷ്ടതേജസ് ലോകം മുഴുവൻ നശിപ്പിക്കണോ? അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രവൃദ്ധദർപ്പം ത്രിദശേശ്വരദ്വിഷം വിരാവണം സാധു തപസ്വി കണ്ടകം തപസ്വിനാമുദ്ധരതം ഭയാപഹം. അതുകൊണ്ട് ഋഷിമാരെയും അല്ലെങ്കിൽ യോഗീശ്വരന്മാരെയും സമ്പ്രദായങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നതായ രാവണന്റെ ദുരിതം ഇല്ലാതെകൊണ്ടാക്കി അങ്ങ് അനുഗ്രഹിച്ച് തിരിച്ച് വൈകുണ്ഠത്തേക്ക് മടങ്ങി വരണേ എന്നാര് നമസ്കരിച്ചു? ദേവന്മാര് ഭഗവാന്റെ അടുത്ത് നമസ്കരിച്ചു. ഭഗവാൻ അത് ഏൽക്കും ചെയ്ത് ആയിക്കോട്ടെ, എങ്ങനെ ആവാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ എന്ത് നടക്കുന്നത്? ഇവിടെ ഭൂമിയിൽ രാജാവിൻ്റെ യജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവലോകത്ത് രണ്ടും കൂടി ഒരേ സാഹചര്യത്തിലാണ് നടക്കുന്നത്. അപ്പോഴാണ് എന്താ വെച്ചാൽ ഈ പായസത്തിന്റെ പുറപ്പാട്, യജ്ഞപ്രസാദമായിട്ട് യജ്ഞശാലയിൽ നിന്ന് യജ്ഞത്തിന്റെ ഹോമകുണ്ടത്തിൽ നിന്ന് എന്ത് വന്നു? ദിവ്യമായ ഒരു രൂപം ധരിച്ചിട്ട് ഒരു ദേവൻ ഇങ്ങോട്ട് വന്നു. ദിവാകര സമാകാരം ദീപ്താനലശിഖോപമം, സൂര്യനെ പോലെ തേജസ്വിയായിട്ട് ഇങ്ങനെ മിന്നിത്തിളങ്ങണ പ്രഭാവത്തോട് കൂട്ടിയിട്ടാണ് ആര് വന്നത്? ദിവ്യപായസ സമ്പൂർണം പാത്രീം പത്നീനിവ പ്രിയം. ആ ദിവ്യം വിശിഷ്ട ദേവന്മാരുണ്ടാക്കിയിട്ടുള്ള പായസമാണ്. ആ പായസമായിട്ടാണ് ആര് വന്നത്? ഈ പറയുന്നത് ഈ ദിവ്യപുരുഷൻ വന്നത്. ആ പായസം എന്ത് ചെയ്തു? അത് രാജാവിൻ്റെ പുരോഹിതന്മാരുണ്ടല്ലോ, പുരോഹിതന്മാരുടെ കൊടുത്തു. പുരോഹിതന്മാരെ ഈ പായസം ഇങ്ങോട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? രാജാവിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് രാജാവിനോട് പറയുകയും ചെയ്തു, രാജാവേ ഇതെന്തു നൃപശാർദൂല, ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതെന്തു നൃപശാർദൂല, ഇത് രാജാവേ അങ്ങ് മനസ്സിരുത്തി കേൾക്കണം. പായസം ദേവനിർമ്മിതം. എന്താണ്? ദേവന്മാര് ഉണ്ടാക്കിയ പായസം, നമ്മുടെ ഇവിടുത്തെ അല്ല, ദേവനിർമ്മിതം പായസം. ഈ പായസം എന്നുള്ള വാക്ക് സംസ്കൃതമാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഒക്കെ മലയാളമാണെന്ന് വിചാരിക്കണ്ട. എന്താ? പായസ സംസ്കൃതമാണേ. എന്ത് പായസം വെച്ചാൽ പയസ സംസ്കൃതം പായസം, പയസി സംസ്കൃതം പായസം എന്നും പറയാം. പയസ് കൊണ്ട് സംസ്കരിച്ചത്. പയസ് എന്ന് പറഞ്ഞാൽ പാലൊക്കെ ഒഴിച്ച് കേമാക്കി ഉണ്ടാക്കണതായതുകൊണ്ട് എന്ത് പേരുണ്ടായത്? പായസം എന്ന പേരുണ്ടായത്. മനസ്സിലായില്ലേ? അപ്പം അത് സംസ്കൃതമാണ്. ഇനി മലയാളത്തിൽ കഴിച്ചിട്ട് ഘട്ടത്തിലാവണ്ട. ഇവിടെ ഇതെന്തു നൃപശാർദൂല, ഹേ രാജശ്രേഷ്ഠ, ഈ പായസം ദേവനിർമ്മിതം, ഇത് ദേവന്മാർ നിർമ്മിച്ചതാണ്. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്നറിയൂ? പ്രജാകരം ഗൃഹാണത്വം ധന്യം ആരോഗ്യവർദ്ധനം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്താ പറഞ്ഞത്? പ്രജാകരം ഗൃഹാണ്. പ്രജാകരം, പ്രജാച്ച സന്താനം, പ്രജാകരം സന്താനം ഉണ്ടാവാനൊക്കെ ഉള്ള യോഗ്യത ഉണ്ടത് കഴിച്ചാൽ. എന്താ ഇതിന്റെ പ്രത്യേകത എന്നറിയോ? അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? ഇത് സ്വീകരിച്ചോളൂ. ധന്യം എങ്ങനെയുള്ളത്? ആരോഗ്യവർദ്ധനം. എന്താണ് ആരോഗ്യവർദ്ധന? എന്ത് വർദ്ധിക്കുക? ആരോഗ്യമൊക്കെ വർദ്ധിക്കും ഇത് കഴിച്ചാൽ. എന്ത് കഴിച്ചാൽ? ഈ പായസം കഴിച്ചാലേ. അതുകൊണ്ട്
അങ്ങ് സ്വീകരിച്ചോളൂ അപ്പോൾ രാജാവ് വലിയ ഭക്തിയോട് കൂടിയിട്ട് സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഭാര്യമാർക്കോ കൊടുക്കോ കൊണ്ടുപോയിട്ട് അവർ കഴിക്കട്ടെ, നന്മയുണ്ടാവട്ടെ. ആരും ഉപദേശിച്ചു ഈ ദിവ്യപുരുഷൻ. എന്നിട്ട് ഈ ദേവന്മാർ കൊടുത്ത പായസം ദിവ്യപുരുഷൻ വശം വാങ്ങിയത് മഹർഷിമാരെ പുരോഹിതന്മാരെ കൊടുത്തു. അപ്പൊ ഇത് കൊടുത്ത സമയത്ത് രാജാവ് ഈ പായസം വാങ്ങി കൊണ്ടുപോകുന്നു. എന്നിട്ട് ഭാര്യമാര് 3 പേരുണ്ടല്ലോ, കൗസല്യ, കൈകേയി, സുമിത്ര. ഈ 3 പേർക്കായിട്ട് രാജാവ് എങ്ങനെ പായസം ഭാഗിച്ചതെന്ന് അറിയാം. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അതാണ് ഭാഗം വെപ്പ്. ഈ ഭാഗം വെപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ആദ്യേ കുറച്ച് രൂപം ഉണ്ടാകുന്ന. രാജാവ് എന്താ ചെയ്തു വെച്ചാൽ ഈ പായസം സ്വന്തപുരം പ്രവിശ്യൈവ കൗസല്യം ഇതം അബ്രവീത്. രാജാവ് അന്തഃപുരത്തേക്ക് കയറി വന്നിട്ട് കൗസല്യോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? പായസം പ്രതിഗൃഹേഷ്വ പുത്രീയം ത്രിതമാത്മന. രാജാവ് പറഞ്ഞു, കൗസല്യേ, ഇതേ പായസം സന്താനലബ്ധിക്ക് ഗുണമാവണ പായസ കുട്ടിയെ. ആരോട് പറഞ്ഞു? കൗസല്യോട്. എന്നിട്ട് കൗസല്യയുടെ കയ്യിൽ കൊടുത്തില്ല. എന്ത് ചെയ്തു രാജാവ്? രാജാവ് ഉരുളി രാജാവിന്റെ അടുത്ത കയ്യിലുണ്ട്, വലത്തെ കയ്യിൽ ചട്ടകൂൺ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാലും ഏതാണ്ട് അങ്ങനെയൊക്കെ ആവുമല്ലോ. ഉരുളി ചട്ടമൊക്കെ ഉണ്ടാവൂല. അപ്പൊ രാജാവ് എന്താ ചെയ്തു വെച്ചാൽ ആ ഉരുളി ഇങ്ങനെ ഇങ്ങോട്ട് വാങ്ങിയിട്ട്, ദേവന്മാരുടെ പായസം ആയതുകൊണ്ട് അവിടെ ഗ്യാസിന്റെ സ്റ്റൗ കരിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഉരുളി നമ്മുടെ ഇതിൽ കരി, പോക്ക, പൊട്ടി, അത് ഇതൊക്കെ ഉണ്ടാവൂലോ. ദേവന്മാർക്കതൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ തടപ്പള്ളിയിൽ നല്ല കേമാണേ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ആ പായസം ഇങ്ങോട്ട് വാങ്ങി രാജാവ് കയ്യിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, കൗസല്യായൈ നരപതി പായസാർത്ഥം ദദൗ തദ്വ. ആദ്യം തന്നെ ആ ഊട്ടുരുളിയിലിരിക്കുന്ന പായസം ഇങ്ങോട്ട് ആ ചട്ടവും കൊണ്ട് നടുക്ക് ഇങ്ങോട്ട് വരച്ചിട്ട് പകുതിയും പകുതിയാക്കിയിട്ട് പകുതി ആർക്ക് കൊടുത്തു? കൗസല്യക്ക് കൊടുത്തു. ഇനി എത്രയുണ്ട് ഉരുളിയില്? ആകെ പായസത്തിന്റെ പകുതി ഉരുളിയിലുണ്ട്. ആ പകുതി രാജാവ് എന്താ ചെയ്തു വെച്ചാല് പകുതി ഉണ്ടല്ലോ അതിനെ വീണ്ടും ചട്ടവും കൊണ്ട് നടുക്കങ്ങിട്ട് മുറിച്ചു. അപ്പൊ എത്രയും 2 കാലംശായി. ഒരു പകുതി 2ആയിട്ട് മുറിച്ചാൽ കാൽഭാഗം 2 കാലംശം ഉണ്ടാവില്ലേ? അപ്പൊ രാജാവ് എന്താ ചെയ്തു വെച്ചാൽ അർത്ഥം പകുതി കൗസല്യക്ക് നേരിട്ട് അങ്ങോട്ട് കൊടുത്തതിന്റെ ശേഷം രാജാവ് അർദ്ധാദർദ്ധം ദദൗ ചാപി സുമിത്രായൈ നരാധിപ. രാജാവ് എന്താ ചെയ്തു വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ മുറിച്ചതിന്റെ പകുതി എടുത്തിട്ട് ഉരുളിയിലിരിക്കണ പകുതിയുടെ പകുതി, അതായത് ആകെ പായസത്തിന്റെ കാൽഭാഗം, ആകെ കൂടി കശപിശയാവുണ്ടോ? ഭാഗമേപ്പ് ഇല്ലല്ലോ. പകുതി കൗസല്യക്ക് അങ്ങോട്ട് കൊടുത്തു, അത് നോക്കണ്ട, കൗസല്യക്ക് കൊടുത്തു, അതിന് ഒന്നുമില്ല അതില്. പിന്നെ ഉരുളിയിലിരിക്കണ പകുതി വീണ്ടും പകുതിയാക്കിയപ്പോ 2 കാലംശം. ആ പകുതിയുടെ പകുതി, അതായത് കാൽഭാഗം ആർക്ക് കൊടുത്തു? നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. സുമിത്രായൈ. ആർക്ക്? സുമിത്രായൈ നരാധിപ. നരാധിപൻ രാജാവ് സുമിത്രയ്ക്ക് കൊടുത്തു. ഇനി എത്രയുണ്ട് അതില്? ആകെയുള്ളതിന്റെ കാൽഭാഗം. ആകെയുള്ള കാൽഭാഗം എന്ത് ചെയ്തു വെച്ചാൽ രാജാവ് ആ ആകെയുള്ള കാൽഭാഗല്ലേ അത് വീണ്ടും ഒന്നും കൂടി മുറിച്ചു. അടുത്തേ ആർക്കല്ല കാൽഭാഗത്തിന്റെ പകുതിയായി. ആ കാൽഭാഗത്തിന്റെ പകുതി എടുത്തിട്ട് എന്ത് ചെയ്തു? അതല്ലേ കൈകേയിക്ക് കൊടുത്തു. ഇത് അർദ്ധാദർദ്ധം. അർത്ഥം പകുതിയുടെ പകുതിയാണല്ലോ അതിലിരിക്കണത് കാൽഭാഗം. ആ കാൽഭാഗത്തിന്റെ പകുതി ആർക്ക് കൊടുത്തു? കൈകേയിക്ക് കൊടുത്തു. അപ്പൊ കൈകേയിക്ക് കിട്ടി എത്രയാ? അത്രേ കിട്ടിയല്ലോ. ശരിയല്ലേ? ഇത് കൗസല്യക്കോ നേർപകുതി. കൈകേയിക്ക് കിട്ടിയത് ഒരു ചെറിയൊരംശ കിട്ടിയത്. കൈകേയിച്ചവശിഷ്ടാർത്ഥം ദദൗ കൊടുത്തു. നേരം എന്താ ചോദിച്ചോ? പുത്രാർത്ഥ കാരണാൽ സന്താനവൃദ്ധിക്കുള്ളതാണല്ലോ. ഇനി എത്രയുണ്ട് ബാക്കി ഉള്ളില്? ആകെ ഉള്ളതിന്റെ 8 ഭാഗം ഇനി ഉണ്ടല്ലോ. ആ ഭാഗം എന്താ ചെയ്തു വെച്ചാൽ രാജാവ് പ്രദദൗച്ച അവശിഷ്ടാർത്ഥം, ഒടുക്കം ഇരുന്ന കാൽഭാഗത്തിന്റെ ഒരു പകുതിയില്ലേ അതാണല്ലോ കൈകേയിക്ക് കൊടുത്തത്. ശേഷിച്ച് ആ കാൽഭാഗത്തിന്റെ പകുതി ഉരുളിയിലിരിക്കണത് രാജാവ് എന്താ ചെയ്തു വെച്ചാല് ഒന്നും കണ്ട് മനസ്സിലെത്തിയിട്ട് അനുചിന്യ. കുറച്ചു നേരം ഉണ്ടാവും അത്. എന്ത് ചെയ്യാനു ചിന്ത്യ പറഞ്ഞാല് രാജാവ് ഒന്ന് ആ ഉരുളിയിലേക്ക് നോക്കിയിട്ടൊന്ന് എന്താ എന്താണാവോ എന്തായാലും രാജാവ് നിരീക്ഷിച്ചു നല്ലോണം. അനുചിന്യ, പ്രത്യേകം ധരിക്കണേ, അനുചിന്യ സുമിത്രായൈ പുനരേവ മഹീപതി. സുമിത്രേ ഇങ്ങോട്ട് വരും, ലേശം കൂടി ഉണ്ട്, കൊണ്ടേക്കോളൂ, ഉരുളിയും കഴുകിയ കമഴ്ത്തി വെച്ച് പോയിക്കോളൂ. എന്താ അത് പറഞ്ഞിട്ടില്ല, നമ്മൾ കൂട്ടി പറഞ്ഞതാണ്.
അതൊന്നും രാജാവ് പറഞ്ഞിട്ടില്ല. ഒടുക്കണ്ടായി ആ കാലംശത്തിന്റെ പകുതി കൈകൈക്ക് കൊടുത്തിട്ട് പിന്നെ ശേഷിച്ച കാലംശം ആർക്ക് കൊടുത്തു? വെറുതെ അല്ല, അങ്ങനെ അനുചിന്യ. ആ പ്രയോഗമൊക്കെ ഉള്ളിലെവിടെയും പുസ്തകത്തിൽ വരയ്ക്കരുത് കേട്ടോ, പിന്നെ വരേ ഉണ്ടാവുള്ളൂ മുഴുവനും. നോക്കിയ ഒരു വൃത്തിയും എടുപ്പും പുസ്തകത്തിൽ ഉണ്ടാവില്ല. അതിന് പുസ്തകത്തിൽ അച്ചടിച്ച പുസ്തകത്തിൽ നിന്ന് വരയ്ക്കരുതേ. എന്ത് ചെയ്യണം? ഉള്ളിലെവിടെയെങ്കിലും കോറി വെച്ചോളൂ. അനുചിന്യ സുമിത്രായി. രാജാവ് ഒന്നും കൂടി ആലോചിച്ചിട്ട് ആ ഒടുക്കൻ ഉള്ള അംശം സുമിത്രയ്ക്കും കൊടുത്തു. അപ്പൊ ആർക്കാർക്ക് എത്ര എത്ര കിട്ടി? 3 ഭാര്യമാരെ, ഒരു ഉരുളി പായസവും. എത്ര കിട്ടി? കൗസല്യക്ക് ആകെ ഉള്ളതിന്റെ പകുതി കൗസല്യക്ക് കിട്ടി. ബാക്കിയുള്ളവർക്കോ? സുമിത്രയ്ക്ക് കാൽഭാഗത്തിന്റെ പകുതിയും കിട്ടി. അതായത് ആകെ കൂടിയുള്ള പായസത്തിന്റെ കാൽഭാഗവും കിട്ടി, പിന്നെ കാൽഭാഗത്തിന്റെ പകുതിയും കിട്ടി. കൈകൈക്ക് ആകെയുള്ള പായസത്തിന്റെ കാൽഭാഗത്തിന്റെ പകുതിയെ കിട്ടിയുള്ളൂ. ഇപ്പൊ ഏറ്റവും കുറച്ച് കിട്ടിയത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ കിട്ടിയതോ? പിന്നെ കൂടുതൽ ആർക്കാ കിട്ടിയത്? സുമിത്രയ്ക്ക്. എന്താ രാജാവ് അങ്ങനെ ചെയ്തത്? ഭാഗവയ്പ് ഒരു രൂപം കിട്ടിയില്ലേ? മനസ്സിലാവാത്തവരുണ്ടോ ഭാഗവയ്പ്? മനസ്സിലായി ഉണ്ടാവും. അത്രയൊക്കെ മനസ്സിലായാൽ മതി. ശരിയല്ലേ? ഇത് ഇതൊക്കെ കയ്യിൽ വെച്ചോളൂ കേട്ടോ. മുമ്പിക്ക് പോകുമ്പോൾ വേണ്ടി വരും. പായസം വെച്ചതോ വിളമ്പിയതൊക്കെ കൊടുക്കണമൊക്കെ. ഇപ്പൊ രാജാവ് അനുചിന്യ എന്നൊരു പ്രയോഗമുണ്ട്. എന്തായിരിക്കും രാജാവ് ചിന്തിച്ചത്? എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് രാമായണം വായിച്ച് മുമ്പിക്ക് പോകുമ്പോൾ വിവരമുള്ളവർക്ക് എന്ത് മനസ്സിലാവും? അന്ന് എന്താ അനുചിന്യ എന്ന്? എന്ത് അന്ന് രാജാവ് ചിന്തിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഥയൊക്കെ കിട്ടും. രാജാവ് ഈ പായസം ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഏവം താസാം ദദൗ രാജ ഭാര്യാണാം പായസം പൃഥക്. അങ്ങനെയാണ് ഭാര്യമാർക്ക് 3 ആൾക്കും പായസം പൃഥക്. പൃഥക് പറഞ്ഞാൽ വേറെ വേറെ ഭാഗിച്ചു. എല്ലാവർക്കും കൂടി ഉരുളി കൊടുത്ത് നിങ്ങൾ എങ്ങനെ വെച്ചാൽ കഴിച്ചോളൂ പറഞ്ഞാൽ രാജാവ് അങ്ങോട്ട് പോവുകയല്ലേ ചെയ്ത്. രാജാവ് കൃത്യമായിട്ട് ഭാഗിച്ചു കൊടുത്തിട്ടാണ്. പക്ഷെ നമ്മൾ കേട്ടത് അധ്യാത്മരാമായണത്തിൽ നമ്മൾ കേട്ട ഭാഗം എപ്പാണ് നമ്മൾ നേരത്തെ നിർത്തുമ്പം എങ്ങനെ? അത് യുക്തിക്കൊക്കെ ചേരും, പക്ഷേ പുസ്തകത്തേക്ക് ചേരില്ല. സാമാന്യ യുക്തിക്ക് ചേരുന്നല്ലാതെ എന്തിനു ചേരില്ല? ആകെ കൂടി പുസ്തകത്തിന്റെ ഒരു ഘടനയ്ക്ക് ചേരും. ഇതാണ് അതിന്റെ ശരിയായ ഭാഗം വെപ്പ്. അവിടെ പകുതിയും രാജാവ് കൗസല്യക്കും കൈകൈക്കും കൊടുത്തപ്പം അവരെ പകുതി അവരുടെ ഇഷ്ടത്തിനാണ് ആർക്ക് കൊടുത്തത്? സുമിത്രയ്ക്ക് കൊടുത്തത്. കേൾക്കുമ്പോൾ നമുക്കും തോന്നി പാവം സുമിത്ര എന്ന മുണ്ടുമൊക്കെ അങ്ങനെ എന്തോ കാര്യത്തിന് പോയപ്പോൾ ശരിയല്ലേ, അപ്പൊ അങ്ങനെ കൊടുക്കൂലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുത്തു എന്നല്ലേ? അങ്ങനെയല്ല വാസ്തവത്തിൽ. രാജാവ് തന്നെയാണ് എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്തു. പരമാവധി കുറച്ചിട്ടാണ് ആർക്ക് കൊടുത്തത്? എന്തായിരിക്കാവോ? എന്തെങ്കിലും ഉണ്ടാവും ഇല്ലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? അതാവട്ടെ. നമ്മൾ തന്നെ ഓരോന്ന് കുശുമ്പ് കുത്തിപ്പൊക്കി ഉണ്ടാക്കി രാജാവിന്റെ കുടുംബം കലക്കാനൊന്നും പോണ്ട. അവരെന്തെങ്കിലും ആവട്ടെ. ചട്ടിയും കല കഴിയുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. അപ്പം അറിയാട്ടോ. ഇതൊന്നും മറക്കരുത് കേട്ടോ. അതൊക്കെ നമുക്ക് അധ്യാത്മരാമായണത്തിൽ കിട്ടാത്ത ചെറിയ പൊട്ടും പൊടിയും ചെറിയ വിഷയങ്ങൾ വിശകലനം ചെയ്യാൻ കിടക്കുന്നതാണ്. അങ്ങനെ രാജാവ് ഈ പായസമൊക്കെ കൊടുത്തപ്പോൾ എന്താ ഉണ്ടായത്? അപ്പം ആ കാലത്താണ് ഈ ഭഗവാൻ ഏതാണ്ട് ഭൂമിയിൽ ഇങ്ങനെ ഈ ദശരഥപുത്രനായിട്ട് അവതരിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ ദേവന്മാരെയൊക്കെ വിളിച്ച് കൽപ്പന കൊടുത്തു. എന്താ കൽപ്പന കൊടുത്തത്? പുത്രത്വം തുഗതേ വിഷ്ണു രാജ്ഞസ്തസ്യ മഹാത്മന ഉവാച ദേവതാ സർവാ സ്വയംഭൂർ. ഭഗവാനിതം ബ്രഹ്മദേവൻ ദേവന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ച് ദേവകാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിന് വേണ്ട സഹായം സാഹചര്യമൊക്കെ ഒരുക്കാൻ എന്ത് ചെയ്യണം? ഭൂമിയിൽ ചിലരൊക്കെ വേണം. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും കൂടി പോയിട്ട് ഭൂമിയിൽ അവരൊക്കെ പുത്രന്മാരെ ജനിപ്പിക്കട്ടെ, വാനര സമ്പ്രദായത്തിൽ ജനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാരൊക്കെ അവര് ഈ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ വന്നിട്ട് വിഷ്ണു ഭഗവാന് സഹായമാവാൻ, ഭഗവാന്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ഓരോരുത്തര് ഓരോ വാനരന്മാര് ഓരോരോ ഈ വാനര സമ്പ്രദായത്തിൽ പുത്രന്മാരെ ദേവന്മാര് സൃഷ്ടിച്ചു എന്ന് പറയും. അതിലെ പ്രധാനിയുള്ള പേരൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താ വെച്ചാല് വാനരേന്ദ്രൻ മഹാഭാഗം ഇന്ദ്രോ ബാലിനം ആണ്. ഇന്ദ്രൻ എന്ത് ചെയ്തു? വലിയ കേമനായ ബാലി എന്ന് പറഞ്ഞൊരു പുത്രനെ ജനിപ്പിച്ചു. അങ്ങനെ ഉണ്ടായത്. ഇന്ദ്രന്റെ പുത്രനാണ് ബാലി. സുഗ്രീവം ജനയാമാസ തപതാംബര. സൂര്യൻ എന്ത് ചെയ്തു? സുഗ്രീവൻ എന്ന് പറഞ്ഞൊരു പുത്രനെയും
അങ്ങനെ ഉണ്ടായി, ഒരു പുത്രൻ ഉണ്ടായി. പിന്നെ ഓരോരുത്തർക്ക് ഓരോ പുത്രന്മാരുണ്ടായിരുന്നു. വിശ്വകർമ്മ അജനയൻ നളൻ നാമ നളൻ, വിശ്വകർമാവിൻ്റെ മകനായിട്ട് നളൻ. അങ്ങനെ ഓരോ അഗ്നിപുത്രൻ നീലൻ, അങ്ങനെ ഓരോ വാനരന്മാര് പ്രസിദ്ധന്മാർ. അഗ്നിപുത്രൻ, നീലൻ, നളൻ, ഗവൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, വിവിധൻ, കുറേ ഉണ്ട്. ഇപ്പൊ ഇവരുടെയൊക്കെ പേര് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഇവരൊക്കെ വാനരന്മാരാണ്. അങ്ങനെ ഓരോരോ ദേവന്മാരുടെ പുത്രന്മാരായിട്ട് ഓരോരോ യോഗ്യന്മാരായ വാനരന്മാര് ജനിച്ചു ഭൂമിയിൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഈ വാനരന്മാരൊക്കെ ഉണ്ടായി ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഭഗവാൻ ഈ അവതരിക്കാൻ പുറപ്പെട്ടു. അപ്പൊ അക്കാലത്ത് എന്താ ഉണ്ടായത്? പായസമൊക്കെ കഴിച്ചുല്ലോ രാജ്ഞിമാര് പായസം കഴിച്ചതിന്റെ അളവൊക്കെ മനസ്സിലായില്ലേ? ഈ പായസം കഴിച്ച രാജ്ഞിമാര് എന്തുണ്ടായി ചോദിച്ചാൽ പറയും, നിവൃത്തേ തുക്രതൗ തസ്മിൻ ഹയമേധേ മഹാത്മന പ്രതിഗൃഹ്യ സുരാ ഭാഗ്യാൻ പ്രതിജഗ്മുര്യഥാഗതം. അങ്ങനെ ഈ പറഞ്ഞ മാതിരി ഈ യജ്ഞമൊക്കെ കഴിഞ്ഞു. യജ്ഞത്തിന്റെ പായസമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന്റെ ശേഷം കാലം പിന്നെ മുമ്പിലേക്ക് പോയി. ഇപ്രകാലം കഴിഞ്ഞു. തതോ യജ്ഞേ, യജ്ഞം കഴിഞ്ഞിട്ട് തതോ യജ്ഞേ സമാപ്തേതോ ഋതൂനാം ഷട്ട് സമത്യയു, 6 ഋതുക്കൾ കഴിഞ്ഞു. 6 ഋതു കഴിഞ്ഞു വെച്ചാൽ എത്ര കാലായി? നമുക്ക് രൂപം കിട്ടില്ല. നമ്മൾ നല്ല ഋതു എന്താണെന്ന് വലിയ രൂപമില്ല. ഒരു ഋതു 2 മാസാ കണക്ക്. അപ്പൊ 6 ഋതു എന്ന് പറഞ്ഞാൽ എത്ര മാസമായി? 12 മാസം. അങ്ങനെ യജ്ഞം കഴിഞ്ഞ് തതോ യജ്ഞേ സമാപ്തേതു, യജ്ഞം സമാപിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം 6 ഋതുക്കൾ, അതായത് ഒരു വർഷം 12 മാസം കഴിഞ്ഞപ്പോ തതശ്ച ദ്വാദശേ മാസേ, അതാ എന്താ ദ്വാദശേ മാസേ, 12ാമത്തെ മാസത്തില് ചൈത്രേ നവമികേ തിഥൗ, ചൈത്രമാസത്തിലെ നവമി തിഥിയില് നക്ഷത്രേ അതിഥി ദൈവത്യേ, ആ വിശേഷപ്പെട്ട സമയത്താണ് എന്തുണ്ടായത്? അതായത് യജ്ഞം കഴിഞ്ഞിട്ട് 12ാമത്തെ മാസത്തിലാണ് എന്തുണ്ടായത്? ഭഗവാൻ ഭൂമിയിൽ പ്രോദ്യമാനേ ജഗന്നാഥം സർവലോക നമസ്കൃതം കൗസല്യ അജനയൽ രാമം സർവലക്ഷണ സംയുതം. അങ്ങനെ ഉണ്ടായത്. ഭഗവാൻ കൗസല്യപുത്രനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. യജ്ഞം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട്? 12ാം മാസത്തില്. അതെന്താ? യജ്ഞം കഴിഞ്ഞ ഉടനെയാണ് ആര് പായസം കഴിച്ചത്? യജ്ഞം കഴിഞ്ഞ പായസം കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്നുമല്ലല്ലോ കഴിച്ചത്. യജ്ഞത്തിന്റെ അന്ന് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും രാജാവ്. ഈ ശുദ്ധമായതൊക്കെ അന്നാന്ന് തന്നെയാണ് കഴിക്കുക, പിറ്റേന്നാളൊന്നും കഴിക്കുക പതിവില്ല. അപ്പൊ എന്തായാലും യജ്ഞത്തിന്റെ ആ പ്രസാദം കിട്ടി ഉടനെ തന്നെ രാജാവ് രാജ്ഞിമാർക്ക് കൊടുത്തു. അപ്പൊ യജ്ഞം കഴിഞ്ഞിട്ട് 12ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ എന്തും കൂടി അർത്ഥമുണ്ട്? പായസം കഴിച്ചിട്ട് 12ാമത്തെ മാസം. സാധാരണ മനുഷ്യന്റെ ഗർഭകാലം 10 മാസമല്ലേ? എന്താ 12ാം മാസം? വലിയ ആൾക്കാരാവുമ്പോ അതാവും. വലിയ ആൾക്കാരൊക്കെ അങ്ങനെ 12 മാസമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആവുമോ? നിശ്ചല്ല. ഇപ്പൊ വലിയ അവതാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ 12 ആവോ? ഉണ്ടോ? ഇല്ല. അവതാരങ്ങളാണെങ്കിൽ അങ്ങനെയൊന്നും പതിവില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ യജ്ഞം കഴിഞ്ഞ 12ാമത്തെ മാസത്തിലാണ് ഈ കൗസല്യാദേവി അതുപോലെ സുമിത്രാദേവിയും കൈകേയി ദേവിയൊക്കെ പ്രസവിച്ചത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തെറ്റിദ്ധരിക്കരുത്. 12ാം മാസത്തിൽ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ എന്താ ആനയാണെന്നും, ആനയ്ക്ക് 12 അതിലേറെയുണ്ട്. അങ്ങനെയൊന്നും സാമാന്യം കവിഞ്ഞ മനുഷ്യന്റെ സമ്പ്രദായക്കാരല്ല എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അതെന്താ നിശ്ചയുണ്ടോ? അതിനാണ് നമ്മൾ മുമ്പ് ഒരു വാചകം പറഞ്ഞത്, ഓർമ്മയുണ്ടോ? എന്താ? പ്രജാകരമിതം സന്താനവൃദ്ധിക്ക് ഉതകും ആരോഗ്യം, ധന്യം ആരോഗ്യവർദ്ധനം. വിശിഷ്ടാണ്, ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും. അപ്പൊ ഇവർ പായസമൊക്കെ കഴിച്ചുല്ലോ. ഈ രാജ്ഞിമാർക്ക് പണ്ട് സന്താനല്യായാണ് വിഷമം. അപ്പൊ ഈ സന്താനല്യായാച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എന്തോ ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ അത്. സാമാന്യേന അങ്ങനെ ഉണ്ടാവുക എന്നാണല്ലോ പതിവ്. അപ്പൊ അത് ഉണ്ടാവണില്ല വെച്ചാൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പതിവില്ല. ആ ഒരു മരുന്നൊക്കെ കഴിച്ച് ചികിത്സയൊക്കെ ചെയ്ത് വന്ന ആരോഗ്യ പ്രശ്നം തീർന്നല്ല എന്തുണ്ടാവും? അങ്ങനെ എത്ര പേരെ സന്താനം ഉണ്ടായവരെ നമ്മളെ മുമ്പ് തന്നെ എത്ര ആളുകളുണ്ട്? ഇഷ്ടംപോലെ ഉണ്ട്, അനവധിയുണ്ട്. 1 2 ഒന്നല്ല. ഈ സന്താനമൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അനവധി കാലം കഴിഞ്ഞ് സന്താന ഭാഗ്യം ഇല്ലാതിരുന്നു. അപ്പോൾ എന്തോ വയ്യായ ഉണ്ടെന്നാ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ചികിത്സ ചെയ്തു, അത് ഭേദമായി, സന്താനവും ഉണ്ടായി. 2 3 മക്കളൊക്കെ ഉള്ളവരില്ലേ എന്നിട്ടും? ശരിയല്ലേ? അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പായസം കഴിച്ചു 2 മാസം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവരുടെ ആരോഗ്യ പ്രശ്നം എന്തോ ഉണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ എന്ത് ചെയ്തു? തീർന്നു. പിന്നെ സ്വാഭാവികമായിട്ട് എന്തുണ്ടായി? ഗർഭമുണ്ടായി. 10ാം മാസത്തിൽ പെറ്റു. വളരെ ലളിതമാണ് പരിപാടി. നമ്മൾ വിചാരിച്ച മാതിരി 12 മാസത്തെ പരിപാടിയൊന്നും
യജ്ഞം കഴിഞ്ഞ ഉടനെ പായസം കഴിച്ചു. 2 മാസത്തെ ചികിത്സ. ഇത് പറഞ്ഞില്ലേ ധന്യം, അതാണ് പ്രയോഗം. ഈ പായസം നമ്മൾ സാധാരണ പായസം കഴിക്കുന്നത് ചികിത്സയ്ക്കോ അതോ ആസ്പത്രിക്ക് പോവാനോ? നമ്മുടെ നാട്ടിൽ പായസം കഴിക്കുന്നത് എന്തിനാ? പൊതുവെ അങ്ങനെയുണ്ട്. പണ്ട് കാരണവരുണ്ടായിരുന്നേ, കാരണവർക്ക് മധുരം വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടം പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വെച്ചാൽ പഞ്ചസാരയുടെ ഉപദ്രവം നല്ലോണം ഉണ്ടായി. വലിയ കണക്കില്ല ഈ ഷുഗറിൻ്റെ ഉപദ്രവേ പഞ്ചസാരയുടെ. പക്ഷെ ഇദ്ദേഹം ആരും കാണാതെ തരായ എന്ത് ചെയ്യും? നല്ലോണം തരാക്കും. അങ്ങനെയാ. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തെ ഊണഴിക്കാനൊന്നും കുടുംബത്തിലുള്ളവർ ഒറ്റയ്ക്ക് വിടില്ല. എന്താ വെച്ചിട്ടുണ്ടോ, തഞ്ചത്തിൽ വിളമ്പണവരെയൊക്കെ സോപ്പിട്ടിട്ട് വിളമ്പണവർ പിന്നെ പാവം അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കില്ല. അതിന് വെന്ത് വയ്യാണ്ടെങ്കിലും അറിയാത്തവരൊക്കെ ആകുമ്പോൾ എന്തായാലും പാവം കാരണവർ ചോദിച്ചിട്ട് അങ്ങനെ പറയില്ല, സങ്കടം തോന്നി കൊടുക്കും. വയ്യാണ്ടെന്നൊന്നും അവർക്ക് ഇത് പറയൂല്ല ആര്? കാരണവര്. അപ്പം കാരണവർ വിളമ്പിക്കോളൂ ഉണ്ണി. ഇദ്ദേഹം എവിടെയോ സദ്യക്ക് പോയി ഒറ്റയ്ക്ക് അവിടെ മൂലയിൽ പോയിരുന്നു നിന്ന് കുടുംബത്തുള്ളവർ കാണാതെ. അപ്പോൾ വിളമ്പിക്കോളൂ ഉണ്ണിയെ വിളമ്പി. അപ്പം മുത്തശ്ശ ഷുഗർ പഞ്ചസാരയുടെ ഉദ്രവുണ്ടോ ചോദിച്ചു. ഉണ്ണി അജാദ്യമൊന്നുമില്ല, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അതൊക്കെ എന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഉണ്ണിയെ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടോ, രക്തത്തിലും മൂത്രത്തിലും പഞ്ചസാര പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, പായസത്തിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് രക്തത്തിലും പാടില്ല, മൂത്രത്തിലും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ പായസത്തില് എത്രയാ വേണ്ടേ ചാവാന്ന് വിളമ്പിക്കോളൂ. ചെക്കൻ വിചാരിച്ചു ഹലോ തരായി. അപ്പൊ പായസം നമ്മൾ കഴിക്കുന്നത് മരുന്നാണെന്ന് വിചാരിച്ചിട്ടോ ആരോഗ്യം വർദ്ധിക്കാനായിട്ടൊന്നുമല്ല നമ്മുടെ നാട്ടില് പതിവ്. അതൊരു സന്തോഷമാവാനാണ് നമ്മൾ കഴിക്കുന്നത്. ശരിയല്ലേ? ഇതാ പ്രധാനമായിട്ട് വിശേഷങ്ങളൊക്കെ അങ്ങനെയല്ലേ? പായസം ഉണ്ടാക്കി കഴിക്കണോ പറഞ്ഞാൽ അത് ഊണഴിക്കണ മാതിരിയോ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കണ മാതിരി ഒന്നല്ല. സന്തോഷമാവാൻ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ആസ്വദിച്ച് കഴിക്കുക, അത്രയ്ക്കേ ഉള്ളൂ. അതൊക്കെ തന്നെ സമ്പ്രദായം. പക്ഷെ ഈ പായസം കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് വൈകുന്നേരം ആകുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ച് വിളമ്പി കുറേശ്ശെ കഴിച്ചോളൂ. ഇല്ലെങ്കിൽ പിറ്റേന്നാൾ പുളിച്ചിട്ട് അങ്ങനെ കഴിച്ചോളൂ എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? പറഞ്ഞ പ്രയോഗമാണ് ഇത്. പ്രജാകരനിതും സന്താനവൃദ്ധിക്ക് ഉതകണതാണ്. ധന്യം, ആരോഗ്യവർദ്ധനം. ആ 2 പ്രയോഗത്തിൽ നിന്നാണ് നമ്മൾ ഈ വിശദീകരണം പറഞ്ഞത്. എന്ത്? ഇതൊരു ഔഷധം പോലെയുള്ളതാണ് ദേവന്മാര് കൊടുത്തയച്ചത്. അത് കഴിച്ചാൽ എന്തുണ്ടാവും? സന്താനം ഉണ്ടാവുക എന്നുള്ള ഒരു മഹിമ ഉണ്ടാവും. സന്താനം ഇല്ലാതെ കണ്ടിരിക്കുക എന്നുള്ളൊരു വിഷമം ഉണ്ടായില്ല, ആരോഗ്യ പ്രശ്നം. ആ ആരോഗ്യ പ്രശ്നം തീർന്ന് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് എന്നും കൂടി മനസ്സിലാക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്തത്? അപ്പൊ 2 മാസത്തെ ചികിത്സ കഴിഞ്ഞു, ഗർഭമുണ്ടായി, 10ാം മാസത്തിൽ പെറ്റു. ഇത്രയേ ഉള്ളൂ. അതിന് വിശദീകരണം ആരെങ്കിലും ഈ ശ്ലോകം ചൊല്ലിയിട്ട് വെച്ചാൽ നമ്മൾ അബ്ബ എന്ന് പറയണ്ട. ഇതാണ് അതിൻ്റെ യുക്തമായ വിശദീകരണം. അങ്ങനെ പായസമൊക്കെ കഴിച്ചു, ഉണ്ണി പ്രസവിച്ചു. എപ്പോഴാണ് പറ്റത്? നല്ല വിശേഷപ്പെട്ട മുഹൂർത്തത്തിലാണ്. ഏതാ? ചൈത്രമാസത്തിൽ നവമിയാണ്, നവമി തിഥിയിൽ. ഏതാ? വിശേഷമായിട്ടുള്ള ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. ബാക്കി ഞാൻ ചൊല്ലിക്കോളൂ, നേരാ പോണത്. ഇതൊക്കെ തന്നെ, അതൊന്നും വ്യത്യാസമില്ല. അതൊക്കെ അധ്യാത്മരാമായണത്തിന് ഇവിടെയൊക്കെ പറഞ്ഞതൊക്കെ മുഹൂർത്തമൊക്കെ കേമായ നല്ല 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ പഞ്ചഗ്രഹം 5 ഗ്രഹങ്ങൾ ജാതകത്തിൽ ഉച്ചനാണ്. അമ്പോ പറയണ്ട. ഏതെങ്കിലും 1-2 ഗ്രഹം ഉച്ചത്തിൽ നിന്നാൽ തന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതൊന്നും ഇല്ലായിട്ട് തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ജാതകവശാലുള്ള കേമത്തരാ പറയുന്നത്. അപ്പോൾ 5 ഗ്രഹങ്ങളോ കേമായ 5 ഗ്രഹങ്ങളോ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്താണ് ആര് ജനിച്ചത്? ഭഗവാൻ ഭൂമിയിൽ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ജാതക മഹാകേമാവേ അങ്ങനെയുള്ള ജാതകമായിട്ടാണ് ജനിച്ചതേ. ഭഗവാൻ ജനിച്ച് അവതരിച്ചവൻ ഭരതോ നാമ കൈകേയ്യാം യജ്ഞേ സത്യപരാക്രമ. കൈകേയില് ഭരതനും ജനിച്ചു, തൊട്ടടുത്ത് തന്നെ ജനിച്ചു. സാക്ഷാൽ വിഷ്ണോശ്ചതുർഭാഗ്യ സർവൈ സമുദിതോ ഗുണൈ അഥ ലക്ഷ്മണ ശത്രുഘ്നൗ സുമിത്രാജനയൽ സുതൗ വീരൗ സർവാസ്ത്രകുശലൗ വിഷ്ണോ അർദ്ധസമന്വിതോ. കൗസല്യ മകൻ ശ്രീരാമചന്ദ്ര സ്വാമിയെ പ്രസവിച്ച സമയത്ത് കൈകേയി ഭരതകുമാരനെ പ്രസവിച്ചു. അപ്പോഴാണ് എന്താണ്ടായത്? സുമിത്രാദേവി ഇരട്ട കുട്ടികളെ പറ്റിയത്. ആരൊക്കെയത്? ലക്ഷ്മണനെയും ശത്രുഘ്നെയും പ്രസവിച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ പിന്നെ പായസത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പം കൂടുതൽ മഹിമ കിട്ടിയത് കൗസല്യക്ക്. അവിടെയാണ് ഭഗവാൻ അവതരിച്ചത്. പിന്നെ കൂടുതൽ കിട്ടിയത് സുമിത്രയ്ക്ക്. അത് 2 ഭാഗമായിട്ട് ഭാഗിച്ച് കൊടുത്തതുകൊണ്ടാണ് വശല 2 ഉണ്ണികളാണ് അവിടെ ഉണ്ടായത്, ലക്ഷ്മണനും ശത്രുഘ്നും. പിന്നെ ഏറ്റവും കുറച്ച് കിട്ടിയതാണ് അടക്കം
കൈകേയിക്കുണ്ടായി ഒരു ഉണ്ണി, ആ പുത്രനാണ് ഭരതൻ. അപ്പം കർമ്മം നോക്കുമ്പം രാമന്റെ അത് കഴിഞ്ഞാൽ ഭരതനാണ്, അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിയാളെ ഇരട്ട കുട്ടികളാര് രണ്ടുപേരും ലക്ഷ്മണനും ശത്രുഘ്നും അവതരിച്ചതെന്ന് പറയും. അങ്ങനെ അവരെ എന്താണ്ടായേ ചോദിച്ചാൽ യോഗ്യന്മാരായിട്ട് കുമാരന്മാരെ 4 പേര് വളർന്നു വന്നു. ഈ ഒരു കഥയും കൂടി പറയട്ടെ. നമ്മൾ ഈ ഭാഗവതത്തിലൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം കഴിഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടിക്കാലത്തുണ്ടായതൊക്കെ വളരെ വിസ്തരിച്ച് അവിടെ പറയും. ശൈശവലീലകള്, ബാലലീലകള്, പിന്നെ അത് കഴിഞ്ഞ് കൗമാരലീലകള് എല്ലാം അവിടെ വെടുപ്പായിട്ട് പറയും, ഭാഗവതത്തിലൊക്കെ പറയും. പക്ഷേ വാൽമീകി രാമായണത്തിലായിക്കോട്ടെ അധ്യാത്മ രാമായണത്തിലായിക്കോട്ടെ എന്തു പറഞ്ഞിട്ടില്ല. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ശൈശവലീലകളൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെയും പറഞ്ഞിട്ടില്ല കേട്ടത്. ഈ വാൽമീകി എന്ത് പറഞ്ഞിട്ടില്ല? കുട്ടിക്കാലത്ത് മറ്റേതാൻ എന്തൊക്കെ പറഞ്ഞു, പണ്ട് പൂതനാമോക്ഷം ശകടാസുരനെ നേരിയാക്കിയത്, തൃണാവർത്തനെ കൊന്നത്, പിന്നെ അവിടെ രക്ഷിച്ചത്, ഇവിടെ പരിപാലിച്ചത്, വായൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ. അതൊന്നും ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് പൊതുവെ എന്താ വെച്ചാലേ ഈ ശ്രീകൃഷ്ണാവതാരം ശ്രീരാമാവതാരം രണ്ടിൻ്റെയും കൂടി പുറപ്പാടിനൊരു വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണാവതാരം എങ്ങനെയാ ചോദിച്ചാൽ ശ്രീകൃഷ്ണാവതാരം ഒരു പിടിവിട്ട കളിയാണ്. പിടിവിട്ട കളി വെച്ചാൽ അത് വിട്ടാ പോയി പിടിച്ചാൽ കിട്ടി എന്നുള്ള മട്ടില് അങ്ങനെ ഒരു എന്തില്ല. ഈശ്വരനാണ് താൻ ഒരാൾ അറിഞ്ഞതുകൊണ്ടൊരു മോശമായി ഈ കാര്യമൊന്നും ആര് കണക്കാക്കുന്നില്ല ഭഗവാൻ. അതുകൊണ്ട് തന്നെ യശോദയുടെ അടുത്ത് അമ്മയും ഇപ്പം അത് അടുത്തോളൂ വിശക്കണോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചോ പിച്ചി പറിച്ച മാന്തിയും അങ്ങനെ കരഞ്ഞും ചൊരിച്ച് നടക്കുമ്പോഴും അപ്പുറത്ത് ആരെങ്കിലും വന്നാൽ അവരുടെ മുമ്പിൽ ശംഖം ചക്രമൊക്കെ വെച്ച് കാണിച്ചു കൊടുത്ത് പേടിപ്പിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ കിട്ടെ ഒരിക്കലും അവിടെ പോയിട്ട് അമ്പോ നാരായണ നാരായണ എന്ന് സ്തുതിക്കുമ്പോൾ ഇപ്പം അടുക്കളയിൽ നിന്ന് വടിയായിട്ട് വരുമ്പം കുപ്പായിട്ടാണ്ട് ഓടുന്നതും ഒക്കെ നമ്മുടെ മുമ്പിൽ ലോകത്തിൽ ഇജ്ജാതിയൊരു ഉണ്ണി വേറെ ഇല്ല. ഭക്തന്മാരുടെ മുമ്പിൽ ഇജ്ജാതിയൊരു ഭഗവാൻ. അങ്ങനെ ഒരേ സമയം അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെയും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെയും കേട്ടില്ലേ പിടിവിട്ട കളിയായിരുന്നത്. എന്ത് കളി? കുറെ നോക്കി അമ്മയെ അറിയിക്കാണ്ടൊക്കെ നോക്കി, പക്ഷെ ഇത് അറിഞ്ഞും പിടി കിട്ടിയെന്ന് കണ്ടപ്പോൾ പിന്നെ പിടിവിട്ട കളിയായി. അമ്മ കുറേശ്ശെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ അമ്മയല്ല അച്ഛനല്ല ആര് കണ്ടാലും കേട്ടാലും വിഷമല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങോട്ട്. ശ്രീരാമാവതാരം അങ്ങനെയല്ല. ശ്രീരാമാവതാരത്തിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടോ ഒരു വളരെ ഒതുക്കത്തില്ല, ഒന്നുമില്ല, വല്ല ഒരാൾക്ക് പിടി കൊടുക്കില്ല. എന്ത് കൊടുക്കില്ല? താൻ ഈശ്വര പുരുഷനാണെന്ന് ഒരാളെയും അറിയിക്കില്ല. മനുഷ്യന്മാർക്ക് പറ്റാത്ത പണിയൊക്കെ ചിലത് ചെയ്യും, എന്നാൽ ഈശ്വരനാണെന്ന് സമ്മതിക്കില്ല. എന്താ കാരണം? അത് കാരണം എന്താണെന്നറിയൂ? മനുഷ്യന്റെ നിലയിൽ നിന്ന് ഒരു മനുഷ്യന് ഈശ്വരഭാവത്തിലേക്ക് എത്ര കണ്ട് മഹിമയിൽ ഉയരാമെന്ന് കാണിച്ചു കൊടുക്കാനാണ് ആര് വന്നത്? മനസ്സിലായില്ല അല്ലേ പറഞ്ഞത്? ഉദ്ദേശ്യം വേറെയാണേ. അതായത് ഒരു ഇപ്പൊ ശ്രീകൃഷ്ണാവതാരത്തിന്റെ വല്ല കഥയും പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറഞ്ഞാൽ നമ്മൾ പറയും പറ്റില്ല കേട്ടോ, പറ്റില്ല. എന്താ കാരണം? നടക്കില്ലേ. ഏത് 7 ദിവസം പിടിച്ചു നിന്നതേ എന്ത് നമ്മൾ 7 ദിവസം പോയിട്ട് ഉടുത്ത മുണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ എത്ര നേരം പറ്റും? ഉത്തരി തോത്തിരുന്ന മുണ്ട് ഇങ്ങനെ പിടിച്ചു നിന്ന് നോക്ക് എത്ര നേരം നിൽക്കും? വെറുതെ നിൽക്കാൻ കേട്ടോ, നാളെ വായനയ്ക്ക് വരാൻ പറ്റില്ല, കൈ നീരൊക്കെ വന്ന് വയ്യാണ്ടേ, താഴ്ത്താനും പറ്റില്ല, പൊക്കാനും പറ്റില്ല, വല്ലാതെ മുടി കെട്ടാനും പറ്റില്ല, മുണ്ടുടുക്കാനും പറ്റില്ല, വല്ലാതെ വിഷം. മുണ്ടൊന്നും ഇത്ര ഭാരമുള്ള വസ്തു ഒന്നുമല്ല. തോർത്ത മുണ്ടൊക്കെ എത്ര വലിപ്പം ഉണ്ടാവുമോ? ഭാരമുണ്ട്. എന്നാലും നമുക്ക് ഒരു കണക്ക് കഴിഞ്ഞാൽ പറ്റുമോ? വെറുതെ ബസ്സിന് കൈ അണിച്ചിട്ട് തന്നെ നമ്മൾ കോട്ടയ്ക്കൊക്കെ കയറിയിട്ടുണ്ട് ബസ്സിൽ. പിന്നെ എന്തിന് കുറേ നേരം ഇങ്ങനെ കൈ വെറുതെ വെച്ചാൽ കൈ വീണിയാവില്ലേ? കണക്കിന് ഇങ്ങനെ വെക്കാൻ ഒരു ആവശ്യത്തിനൊക്കെ വെച്ചാൽ തിരക്കറില്ല, ഒന്നുമില്ലാതെ കുറേ നേരം പിടിച്ചു നോക്കുക കൈ. അങ്ങനെ കുറേ നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എങ്ങനെ വെക്കാനൊന്നും ചെയ്യിച്ചാലും കുറേ പറഞ്ഞതിൻ്റെ അർത്ഥം അത്ര പോലും നമുക്ക് പറ്റില്ല. പിന്നെയല്ലേ ശ്രീകൃഷ്ണ ഭഗവാനെ അനുകരിക്കാനൊന്നും സാധിക്കും നമ്മൾ സാധാരണ മനുഷ്യന്മാരല്ലേ. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ കഥകൾ നമുക്ക് അനുകരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ശ്രീരാമചന്ദ്ര സ്വാമിയെ വേണമെങ്കിൽ നമുക്ക് എന്തിൽ അനുകരിക്കാം? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നിഷ്ഠയുടെയും ജീവിത സംസ്കാരത്തിൻ്റെയും അച്ഛനോടും അമ്മോടും സഹോദരന്മാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പ്രജകളോടും എന്തിന് ഓരോരുത്തരോടും ചെയ്ത വ്യവഹാരത്തിൻ്റെ സാംസ്കാരിക മഹിമയെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മനുഷ്യന് എന്തൊക്കെ വേണമെങ്കിൽ ആവാം. ധർമ്മത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും നിഷ്ഠ കൊണ്ട് ഉയർന്ന് ഇങ്ങനെയൊക്കെ ആവാമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പാഠം അവിടെയുണ്ട്.
ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിത്രത്തിലുണ്ട്. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഭഗവാൻ ആരെയും തത്വോപദേശം ചെയ്ത് ഉയർത്താനും ഉണർത്താനും ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്ത മാതിരിയോ, അനുഗീത ഉപദേശിച്ചു കൊടുത്ത മാതിരിയോ, അല്ലെങ്കിൽ അനുശാസനത്തിലും ശാന്തിയിലൊക്കെ നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിനെ ഉപദേശിച്ചു കൊടുത്ത യോഗ്യനാക്കിയ മാതിരി ഒന്നും ഉള്ളതൊന്നും ആരും ഉപദേശിച്ചിട്ടില്ലേ? ശ്രീരാമചന്ദ്രസ്വാമി എന്നും ആർക്കും ഉപദേശമൊന്നും കൊടുത്തിട്ടില്ല. ഭഗവാൻ അങ്ങനെ വാക്കുകൊണ്ട് ഉപദേശം കൊടുക്കുകയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? ജീവിതം കൊണ്ട് അത് കണ്ടു. അപ്പൊ അതിനനുസരിച്ചൊരു നടപ്പിലാണ് ആര് നടന്നത്? ഭഗവാൻ നടന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രീകൃഷ്ണാവതാരത്തിൽ കണ്ട മാതിരി ഒരു തുറന്ന് തെളിഞ്ഞ പുറപ്പാട് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഈ അവതാര പുരുഷനായിട്ട് വന്നപ്പോഴും ഭഗവാൻ ചെയ്ത മഹിമകളൊന്നും ആരംഭകാലത്തൊന്നും ഒരു ബാലന്റെ മാതിരി, ഒരു ചെറുപ്പക്കാരന്റെ മാതിരിയുള്ള കഥ. എന്നാലോ അതിൽ ഒതുങ്ങുന്നുമില്ല. അതുകൊണ്ട് എന്തോ ഏത്